അങ്ങനെ അതൊക്കെ നമ്മൾ കോളേജിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട്. ദൈവാനുഗ്രഹം കൊണ്ട് പോയ കാര്യമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിജയശ്രീ ലാളിതരായിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ ബീരീച്ചി തകൃതിയായിട്ടുള്ള പാചകത്തിലാണുള്ളത്. ഇന്നലെ നൈറ്റിലെ ബസ് യാത്രേൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാരണം എൻ്റെ തലക്ക് ഇന്നും ചെറിയൊരാട്ടുണ്ടായിരുന്നു. അത് മാറാൻ ഒരു നല്ലൊരു കുളിയും അതുപോലെ ഉറക്കവും വേണ്ടി വന്നു. ഉച്ചക്കത്തെ ഊണിന് സ്പെഷ്യലായിട്ട് ചോറും സാമ്പാറും പയറ് വറവും പിന്നെ ആവൂല് പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടെ പുറത്തേക്ക് പോയി. പുറത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയത് 15th ഫ്ലോറിലാണ്. ഒന്ന് മേലെ പോയി 16th ഫ്ലോറിൽ നിന്ന് താഴെയുള്ള ഭംഗിയൊക്കെ കാണാനൊക്കെ വിചാരിച്ച് പോയതാണ്. ഭയങ്കര രസമായിരുന്നു മേലിൽ നിന്ന് താഴെ നോക്കുമ്പോൾ. ഏതൊരു കാര്യവും നമ്മളെ കയ്യിലുണ്ടാവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ വാല്യൂ അറിയില്ലായിരിക്കും. അതുപോലെ തന്നെയാണ് സമയവും. ഈ ഒരു നിമിഷം നമുക്ക് എത്ര മൂല്യമുള്ളതാണ്, എത്ര വാല്യുബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് നമ്മുടെ മെമ്മറി ആവണം. അത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും വില നമുക്ക് മനസ്സിലാവുള്ളൂ. അത് എന്നതെന്നൊന്നുമില്ല, എന്തും ആവാം, ചിലപ്പോൾ ആൾക്കാരാവാം. കുറച്ചു നേരം അങ്ങനെ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുമ്പം കണ്ണപ്പനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. 2 ദിവസമായിട്ട് ഞാൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മേനെ അവൻ ഇക്ഷ, ഉപ്പ, ഉമ്മ എല്ലാം വരപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാനില്ലാത്ത സാഹചര്യത്തിലാണ് കുറച്ചും കൂടി നല്ല കുട്ടിയായിട്ടുണ്ട് ചെയ്തത് അമ്മ പറയുന്നുണ്ടായി. അതെല്ലേലും അങ്ങനെ തന്നെയല്ലേ, അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടെ ഉണ്ടാകുമ്പം ഭയങ്കര വികൃതിയായിരിക്കും. അവരൊന്ന് മാറി നിന്ന് നോക്കട്ടെ, ഇത്രയും അനുസരണയുള്ള കുട്ടികൾ ലോകത്തുണ്ടാവില്ല. അങ്ങനെ ഫ്ലാറ്റിന്റെ മേൽക്കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മെല്ലനെ താഴേക്ക് ഇറങ്ങിയിട്ട് താഴെ ഇവർക്ക് ബിൽഡിങ്ങിന്റെ വക ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കിവിടെ പോയപ്പോൾ ശരിക്കും ഷാർജയിലോ ദുബായിലോ ഒക്കെ പോയ ഒരു ഫീലാണ് ഉണ്ടായത്. നൊസ്റ്റാൾജിയ വന്നത് നേരെ അങ്ങോട്ടേക്കാണ്. ചെന്നൈയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പഠിച്ച ഹോസ്റ്റലും ഇവർ മുന്നേ താമസിച്ച വീടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അതിന് ആ ചെന്നൈൻ്റേതായിട്ടുള്ള ഒരു മുഖമുദ്ര ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും എനിക്ക് ഷാർജയിലോ ദുബായിലോ ഒക്കെ പോയ ആ ഒരു സിക്നെസ്സാണ് വന്നുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ബീനീച്ചിയോട് പറയായിരുന്നു, എനിക്ക് ഷാർജയിൽ പോകാനുള്ള ഒരു പൂതിയാണ് ഇവിടെ വന്നപ്പോൾ ട്രിഗറായി. നമ്മൾ താഴെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് സ്ട്രീറ്റിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് പളവളാ മിന്നുന്നുണ്ടായി. നല്ല ഭംഗിയുണ്ടായി രാത്രി കാണാൻ ഇതൊക്കെ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് വേഗം കയറി കിടന്നുട്ടാ. രാവിലെ നമുക്ക് ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം കൂടി ആകുമ്പം ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ ചാനലൊന്ന് കയറി നോക്കി കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. വീണ്ടും കാണാം. ബൈ.